ഹലോ. അപ്പോൾ ഇന്നൊരു ഷവായ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഷവായ അഥവാ ശവമായ ചിക്കൻ റെസിപ്പി തുടങ്ങാം. അപ്പം നല്ല സ്ലോ മോഷനിലിട്ട കോഴി നല്ല ഡീപ്പായിട്ട് നമുക്ക് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചുറ്റോടും നമുക്ക് എത്രത്തോളം മസാലയൊക്കെ ഉള്ളിലോട്ട് പോകുന്നോ അത്രയും ലൈൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, കുറച്ച് ഗരം മസാല, പിന്നെ റെഡിമെയ്ഡായിട്ട് മേടിച്ച കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് സോയാ സോസ്, പിന്നെ നമ്മുടെ സാൾട്ട് ടു ടേസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഓക്കെ. ഇനി നമുക്ക് എല്ലാ മസാലയും കൂടി ഒരു 1/2 ലെമൺ കൂടി സ്ക്യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. സോ അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ്. ഇനി നമ്മുടെ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫുൾ കോഴിയിൽ എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ കോഴിക്ക്. സോ ഉള്ളിലും അതിൻ്റെ നമ്മൾ വരയിട്ടില്ലേ അതിനകത്തെല്ലാം നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം. ഞാനവിടെ 2 മിനിറ്റ് സ്ലോ സ്പീഡിലും 2 മിനിറ്റ് ഹൈ സ്പീഡിലും ഇട്ടിട്ട് മസാജ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ മസാജ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ റോട്ടിസറി ഓവനുള്ളവരാണെങ്കിൽ നമുക്കിതുപോലെ അതിൻ്റെ റോഡിൽ തന്നെ ഇത് ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ചിക്കൻ നമുക്ക് വേണമെങ്കിൽ ഒരു 30 മിനിറ്റ് തൊട്ട് നമുക്ക് വേണമെങ്കിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ പുറത്ത് വയ്ക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല പിടിക്കാനായിട്ട് വയ്ക്കാം. ഓക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഹുക്കിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹുക്കിലിട്ട് വയ്ക്കുക. പിന്നെ നമ്മൾ എക്സ്ട്രാ വരുന്ന ഈ അതിൻ്റെ കാൽ ഭാഗമോ കൈയിൻ്റെ അടുത്തൊക്കെ വരുന്നത് തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് കെട്ടിക്കൊടുക്കുക കേട്ടോ ഒരു നൂല് കൊണ്ട്. അപ്പോൾ നന്നായി അത് കത്തി പോകുന്നില്ല. അത് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ കറങ്ങുമ്പോൾ ഇല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു പോരും കേട്ടോ. വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അത് സെക്യൂർ ചെയ്ത് വെക്കുക. അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ടെടുത്ത് വയ്ക്കാം കേട്ടോ. വേണമെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല. പിന്നെ അപ്പോൾ തന്നെ ഓവനിലോട്ട് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. എനിക്കിവിടെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ ഡയറക്റ്റായിട്ട് അതിലോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ, എൻ്റെ ഇത് OTG ഓവനാണ് കേട്ടോ. നമുക്ക് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 2-3 മന്ത്സായി യൂസ് ചെയ്യുന്നു. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടിയിലൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കില്ലെങ്കിൽ ആ മസാലയൊക്കെ ഡ്രിപ്പ് ചെയ്ത് വീഴുമ്പോൾ അത് വൃത്തികേടായിട്ടില്ല. അതൊരു കുഴപ്പമില്ല. നമുക്ക് യൂസ് ചെയ്ത ശേഷം കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ പോരും, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ളവർ അലുമിനിയം ഫോയിലൊക്കെ വിരിച്ച് നമുക്ക് ആ റോട്ടിസറി റോഡ് വന്നിട്ട് കറക്റ്റായിട്ട് അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി ടെമ്പറേച്ചർ വരുന്നത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഒരു 180 ഒരു 200 ഡിഗ്രി വരെ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോട്ട് വെക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഡയറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നത് 60 മിനിറ്റാണ് കേട്ടോ. 60 മിനിറ്റും റോട്ടിസറി ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പിന്നെ ടെമ്പറേച്ചർ വരുന്നത് 250 ഡിഗ്രി ഫുൾ ടെമ്പറേച്ചറിൽ ഓവൻ ഹീറ്റ് ചെയ്തിടണം. ഞാൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടെമ്പറേച്ചറിൽ ഇടുകയാണ് കേട്ടോ. ഇനി ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ റോട്ടിസറി ഫങ്ഷൻ ഇട്ടാൽ തന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കടന്ന് കറങ്ങുന്നത് കാണാം കേട്ടോ സ്ലോയിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അതാണ് കേട്ടോ. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് ഇതാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലുള്ള വെള്ളമൊക്കെ അങ്ങനെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ നന്നായിട്ട് അത് മോൾ ഭാഗം കളർ ചേഞ്ച് ആവുന്ന വരെ നമുക്ക് ഇതേ ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കടന്നൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ, നല്ല വാവായിട്ട്.
ഈ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് ഉള്ളപ്പോൾ ഉള്ള വ്യൂ ആണിത്. ഇപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് ഉള്ളിലൊക്കെ കുക്കായിട്ടുണ്ട് ആൻഡ് കളറും ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വീണ്ടും വേവ് എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹീറ്റ് ചെയ്താൽ മതി. ഇവിടെ എനിക്ക് കറക്റ്റായിരുന്നു 60 മിനിറ്റിൽ അത് ഫുള്ളി നന്നായി കുക്കായി വന്നു. അപ്പോൾ ഞാൻ അതെടുത്തോട്ടെ. ഇതേപോലെ നിങ്ങൾ കൈ കൊണ്ട് എടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സേഫ്റ്റി ഹാൻഡിൽ വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യണമായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഹുക്കൊക്കെ അയച്ചു കൊടുത്ത് നമുക്കത് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഒരുപാട് സ്പൈസിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ എമൗണ്ട് കമ്മിയാക്കാം കേട്ടോ. അത് നല്ല സ്പൈസി ആയിരുന്നു. എത്രത്തോളം സ്പൈസി ആണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എത്ര സ്പൈസി ആണെന്നുള്ളതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തേ ഇത് വല്ലാത്ത ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ.